നമുക്കേവർക്കും പ്രിയങ്കരനായിരുന്ന മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ വിടവാങ്ങിയിരിക്കുകയാണ്. അച്ഛനെ എക്കാലവും ഓർക്കുവാനായിട്ട് അച്ഛൻ്റെ ഒരൊറ്റ പാട്ട് മാത്രം മതിയാവും ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് തങ്ക ലിപികളിൽ രേഖപ്പെടുത്തുവാനായിട്ട്. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിന് നാഥ. ലോകമെങ്ങുമുള്ള സകല മലയാളി ക്രൈസ്തവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഗാനം ഒന്ന് മൂളുകയെങ്കിലും ചെയ്തിട്ടുണ്ടാകും. അതുമാത്രമല്ല, മറ്റനവധി ഗാനങ്ങളിലൂടെ അദ്ദേഹം നമുക്കിടയിൽ വളരെ സുപരിചിതനായിരുന്നു. തന്നാലും നാഥ ആത്മാവിനെ എന്ന് തുടങ്ങി ആരാധിച്ചിടാം, കുമ്പിട്ട് ആരാധിച്ചിടാം, മേലെ മാനത്തെ ഈശോയെ എന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതിയ പാട്ട്, തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ഇങ്ങനെ നൂറുകണക്കിന് നമ്മൾ ദിനംതോറും പള്ളികളിലും ധ്യാനകേന്ദ്രങ്ങളിലുമൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന അനവധി ഗാനങ്ങൾ എഴുതിയിട്ടുള്ള പനച്ചിക്കൽ അച്ഛൻ ഇന്ന് ഓർമ്മയായിരിക്കുകയാണ്. ഒരു ഗാനരചയിതാവ് എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തെ സഭയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്, മറിച്ച് നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ള ഒരു സത്യം ആസന്നിഗ്ധമായിട്ട് ലോകത്തോട് വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ച ഒരു ധ്യാനഗുരുവാണ് അദ്ദേഹം. ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹം മാത്രമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ അച്ഛൻ്റെ ലോഗോസ് ധ്യാനങ്ങൾ ഒരുപാട് പേർക്ക് അത് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 30-31 വർഷമായിട്ട് അച്ഛൻ്റെ ആ ധ്യാനം കൂടിയതിലൂടെ എൻ്റെ ജീവിതത്തിൽ വന്ന ആ മാറ്റങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തെ അറിയാതെ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, നിരീശ്വരവാദം പ്രസംഗിച്ച് നടന്നിരുന്ന ഒരു സമയത്ത്, ദൈവാന്വേഷണം നടത്തി പല വഴികളിലൂടെ യാത്ര ചെയ്ത് ഒടുവിൽ മൈക്കിൾ പനച്ചിക്കൽ അച്ഛനിലൂടെ കർത്താവിൻ്റെ സത്യസുവിശേഷം കേൾക്കുവാനായിട്ടിടയായി. വളരെ യാദൃച്ഛികമായിട്ട് അല്പസമയം മാത്രമുണ്ടായിരുന്ന വളരെ ശാന്തമായിട്ടുള്ള ഒരു പ്രസംഗം, വലിയ ശബ്ദകോലാഹലങ്ങളുടെ അകമ്പടിയോ ഒന്നുമില്ലാതെ. പക്ഷെ ആ പ്രസംഗം എൻ്റെ ജീവിതത്തെ അതിന് മുൻപെന്നും അതിന് ശേഷവുമെന്നും വേർതിരിക്കത്തക്ക വിധത്തിൽ എൻ്റെ ജീവിതത്തെ രണ്ടായിട്ട് പകുത്തുമാറ്റി. 1995 ആഗസ്റ്റ് മാസത്തിൽ ഒരു 20-ാം തീയതിയാണ് ആദ്യമായിട്ട് കർത്താവിൻ്റെ സത്യസുവിശേഷം ഞാൻ കേൾക്കുന്നത്. ദൈവം ഇത്രമാത്രം സ്നേഹിക്കുന്നവനാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് സത്യത്തിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു എടുത്തിയാട്ടം പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ദൈവത്തെ അറിയാതെ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സ്നേഹിക്കുക മാത്രം ചെയ്യുന്ന, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാൽ പോലും സ്നേഹിക്കുകയല്ലാതെ അനുഗ്രഹിക്കുകയല്ലാതെ ഒരിക്കലും ശപിക്കാത്ത, മാറ്റി നിർത്താത്ത, തള്ളിപ്പറയാതെ ചേർത്ത് നിർത്തുന്ന ആ സ്നേഹം, ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ, ദൈവം ആരാണെന്നുള്ളത് അത് മുഴുവനായും ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന പൗലോസ്ലീഹയുടെ വാക്കുകൾ പോലെ തന്നെ വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം ഞാൻ പോലും അറിയാതെ മാറി എന്നുള്ളതാണ്. അതുവരെ ഉപേക്ഷിക്കാൻ കഴിയാതിരുന്ന ദുശീലങ്ങളൊക്കെ എൻ്റെ പരിശ്രമം കൂടാതെ മാറിപ്പോയി. വാസ്തവത്തിൽ അച്ഛനെ കണ്ടുമുട്ടിയ ആ ഒരു ദിവസം എൻ്റെ മാത്രമല്ല കൊണ്ട് ഇതുപോലെ അനേകരുടെ ജീവിതങ്ങളെ സ്പർശിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അച്ഛനാണ് സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വൈദികൻ ബൈബിൾ മുഴുവൻ വായിച്ച് റെക്കോർഡ് ചെയ്ത് ഒരു ഓഡിയോ ബൈബിളാക്കി മാറ്റിയത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഏകദേശം 1 വർഷക്കാലത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിരുന്നു ആ ഓഡിയോ ബൈബിള് പുറത്തു വന്നത്. ഇന്ന് അനേക ധ്യാനകേന്ദ്രങ്ങളിലും അനേകം ഭവനങ്ങളിലുമൊക്കെ അച്ഛൻ്റെ ശബ്ദത്തിലൂടെ തന്നെ തിരുവചനങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഈ മീഡിയയെക്കുറിച്ചൊക്കെ നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ, ഏതാണ്ട് 1980-കളിൽ
അന്നത്തെ ബോംബെയിൽ പോയി മീഡിയയെക്കുറിച്ച് പഠിച്ച്, ഫോട്ടോഗ്രാഫി പഠിച്ച്, പിന്നീട് അമേരിക്കയിൽ പോയി വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഒക്കെ ഇന്നത്തെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും അന്ന് ഈ വിധത്തിൽ വീഡിയോ എഡിറ്റിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. ആ കാലഘട്ടത്തിൽ അമേരിക്കയിൽ നിന്ന് വീഡിയോ എഡിറ്റിംഗ് സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പാട്ടുകളും പ്രസംഗങ്ങളും ഒക്കെ കൂട്ടി യോജിപ്പിച്ച് അങ്ങനെ മീഡിയയിലൂടെ സുവിശേഷം കൊടുക്കുവാനുള്ള ഒരു പദ്ധതി ആദ്യമായി ആവിഷ്കരിച്ചത് പനച്ചിക്കലച്ചനാണ്. സുവിശേഷം പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള അച്ഛൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അച്ഛനൊരു സിനിമ എടുത്തിട്ടുണ്ട്, കൺമഴ പെയ്യും മുൻപേ. ആ സിനിമ എടുക്കാനും അച്ഛൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ സിനിമയിലൂടെയെല്ലാം സുവിശേഷത്തിൻ്റെ സത്യം ലോകത്തെ അറിയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലായിരുന്നു അച്ഛൻ ആ സിനിമ നിർമ്മിച്ചത്. അതുപോലെ നിരവധി പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന ഒരു പുസ്തകമുണ്ട് അച്ഛൻ്റെ, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ഇങ്ങനെ നിരവധി പുസ്തകങ്ങൾ എഴുതി ഏറ്റവും അവസാനം അച്ഛൻ്റെ രോഗക്കിടക്കയിലായതിനു ശേഷം എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട്, കുരിശിലെ സത്യം പരിഹാരത്തിന് അതീതം. ഇത് വാസ്തവത്തിൽ എല്ലാവരും ഒന്ന് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ദൈവത്തെക്കുറിച്ച് എന്തുമാത്രം തെറ്റിദ്ധാരണജനകമായിട്ടുള്ള വിശേഷങ്ങളാണ് നമുക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചും ഭയാനകമായ അന്ത്യവിധിയെക്കുറിച്ചും നരകശിക്ഷയെക്കുറിച്ചും ഒക്കെ മനുഷ്യനെ പറഞ്ഞ് ഭയപ്പെടുത്തി. എന്നാൽ ഈശോയിൽ വെളിപ്പെട്ട ദൈവം ആരാണെന്ന് ആസന്നിഗ്ധമായിട്ട് ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ മനോഹരമായിട്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമാണത്. ഇതുപോലെ മറ്റനേകം കൃതികൾ അച്ഛൻ്റേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അച്ഛൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കഴിഞ്ഞ ഒരു 30-31 വർഷത്തെ ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. 2 കാര്യങ്ങൾ പ്രത്യേകം ഞാൻ എടുത്തു പറയുക. ഒന്ന്, അച്ഛൻ ഒരാളുടെ കുറ്റം പറഞ്ഞ് ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, തൻ്റേതായ നിലപാടുകളും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരാളെ കുറ്റം പറഞ്ഞ് പരിഹസിച്ച് ഒരിക്കൽ പോലും കഴിഞ്ഞ 31 വർഷത്തിനിടയിൽ അച്ഛൻ്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒരു കുറ്റം പറഞ്ഞ് ഒരു പരാതി പറഞ്ഞ് ഇന്ന് വരെ കേട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ്, അച്ഛനെ പോലെ ശാന്തപ്രകൃതനായ ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റൊരാളിൽ കണ്ടിട്ടില്ല എന്നുള്ളത് ഒട്ടും അതിശയോക്തിയല്ല. ഒരിക്കൽ പോലും ഒന്ന് ദേഷ്യപ്പെട്ട് കോപിച്ച് ആരെങ്കിലും ഒരാളോട് ഒന്ന് സംസാരിക്കുന്നത് ഞാൻ ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അങ്ങനത്തെ സംഗതി കേട്ടിട്ടുമില്ല. അച്ഛൻ്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഒരു സന്യാസ വൈദികൻ എന്നുള്ള നിലയിൽ അച്ഛൻ്റെ അനുസരണം, തന്നേക്കാൾ ഒത്തിരി ജൂനിയറായിട്ടുള്ള മേലധികാരികൾ അവർ എന്തു പറഞ്ഞാലും അതേപോലെ അനുസരിക്കുന്ന ഒരു സ്വഭാവം. അവിടെയും അച്ഛൻ്റെ അഭിപ്രായങ്ങൾ പറയുമായിരുന്നു, നിലപാടുകൾ പറയുമായിരുന്നു. പക്ഷേ തീരുമാനം മുകളിൽ നിന്ന് എന്തു വരുന്നോ അത് അതുപോലെ അനുസരിക്കുക. പാലായിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് തിരുവനന്തപുരത്തിന് പോകാൻ പറഞ്ഞാൽ തിരുവനന്തപുരത്തിന് പോകും, തിരുവനന്തപുരത്ത് നിന്ന് ആലുവായ്ക്ക് പോകാൻ പറഞ്ഞാൽ ആലുവായ്ക്ക് പോകും, വീണ്ടും പാലായ്ക്ക് വരാൻ പറഞ്ഞാൽ പാലായ്ക്ക് വരും. അവിടുന്ന് പിന്നെയും തിരുവനന്തപുരത്തോട്ട് ഏതോ ഒരു ഉൾഗ്രാമത്തിലോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, അവിടുന്ന് തിരിച്ച് കോട്ടയത്തോട്ട് വരാൻ പറഞ്ഞാൽ കോട്ടയത്തോട്ട് വരും. ആ കാര്യത്തിലൊന്നും ഒരു പരാതിയുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വർഷാവർഷം ഓടി നടക്കുമ്പോഴും ഒരു വിഷമവും കൂടാതെ അതെല്ലാം ദൈവഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് സ്വയം വിധേയപ്പെട്ട് അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി ശരിക്കും മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുക എന്ന ആഹ്വാനത്തോട് ചേർത്ത് നിർത്തുന്ന
അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വ്യക്തിത്വം പനച്ചിക്കലച്ചനിലല്ലാതെ വേറെ എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു യാഥാർത്ഥ്യമാണ്. അച്ഛനുമായിട്ടുള്ള യാത്രകളിലൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് എനിക്ക് പലപ്പോഴും വളരെ സന്തോഷകരമായൊരു കാര്യമായിരുന്നു. കാരണം അച്ഛൻ പറയുന്നതൊക്കെ ശ്രദ്ധയോടെ ഞാൻ കേട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. അച്ഛനിൽ നിന്ന് കിട്ടുന്ന ചില വാക്കുകൾ, 1-2 വാക്യങ്ങൾ, അത് മതി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ധ്യാനം നടത്താനായിട്ടുള്ള കണ്ടന്റ് അതിൽ നിന്നുണ്ടാവും. പലപ്പോഴും ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള അല്ലെങ്കിൽ തികച്ചും വിപരീതമായ തലത്തിലായിരിക്കും അച്ഛൻ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ. ഒരനുഭവം പറയാം. ഒരിക്കൽ അച്ഛൻ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കാറ് ഓടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു ബസ് ഡ്രൈവർ വന്ന് അലക്ഷ്യമായിട്ട് വണ്ടിയെടുത്ത് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ആ മിററെല്ലാം തട്ടിപ്പൊട്ടിച്ച് എന്നിട്ട് അവരൊന്നും അറിയാത്ത വിധത്തിൽ മുന്നോട്ടങ്ങ് പോയി. അച്ഛനെ അറിയാവുന്ന ആ ചുറ്റുവട്ടത്തുള്ള കുറേ ആൾക്കാരൊക്കെ അവിടെ ഓടിക്കൂടി. അവർ പറഞ്ഞു, ആ ബസ്സുകാരനെ പിടിച്ചു നിർത്തണം, ഇപ്പോൾ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിലുണ്ടാവും. അവർ പറഞ്ഞു, പുറകെ ഓടിച്ചെന്ന് അവനോട് ഇത് പറയണം. അവൻ കണ്ടിട്ടും കാണാതെ പോയത് ശരിയായില്ല, അവൻ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചു പോയത് അത് ശരിയായില്ല. പിന്നെ അച്ഛൻ അവരോട് പറഞ്ഞു, അദ്ദേഹം ഇത് കണ്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആ പോയി പറയുന്നതിൽ അർത്ഥമുണ്ട്. എന്നാൽ ആ ഡ്രൈവർ അദ്ദേഹം അത് കണ്ട സ്ഥിതിക്ക് ഇനി നമ്മൾ പോയി പറഞ്ഞിട്ട് എന്താ കാര്യം, സാരമില്ല, ആ പാവത്തിനെ വെറുതെ വിട്ടാക്കാൻ പറയും. അതിൻ്റെ പേരിൽ ഇനി വഴക്കിനോ ബഹളത്തിനോ ഒന്നും പോകണ്ട എന്ന് പറയും. സത്യത്തിൽ ഇത് സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നതിൽ നിന്ന് നേരെ വിപരീതമായിട്ട് ശരിക്കും ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾ അതേപടി ജീവിതത്തിൽ അനുവർത്തിക്കുവാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്ന, അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനായിരുന്നു പനച്ചിക്കലച്ചൻ. ശാലോമുമായിട്ടുള്ള അച്ഛൻ്റെ ബന്ധം എടുത്തു പറയേണ്ട ഒന്നാണ്. വാസ്തവത്തിൽ അച്ഛൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു സാധാരണ വൈദികനായിരുന്ന സമയത്ത് CJ വർക്കിയച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തപ്പോഴാണ് അച്ഛന് ശരിയായ രീതിയിലുള്ള പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കുന്നത്. ഒരു രാത്രിയും പകലും തുടർച്ചയായിട്ട് അച്ഛൻ കരഞ്ഞുവെന്നാണ് അച്ഛൻ എന്നോട് ഒരിക്കൽ പറഞ്ഞത്. സുവിശേഷം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഉള്ളിൽ വന്നപ്പോൾ അന്ന് അച്ഛൻ ഒരു പാട്ട് എഴുതിയിട്ടു, എൻ്റെ കൈവിലങ്ങഴിഞ്ഞു വീണു, യേശു എന്നെ വീണ്ടെടുത്തു തന്നു, ഇത്രനാൾ ഞാൻ കഴിഞ്ഞതെല്ലാം എന്ത് കൂരിരുട്ടിലായിരുന്നു, യേശുവേ നീ എത്ര നല്ലവൻ എന്നുള്ള ആ മനോഹരമായൊരു ഗാനം. അതിനുശേഷമാണ് വാസ്തവത്തിൽ പിന്നീട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ ഒരു പരമ്പര തന്നെ വന്നത്. ഈ ധ്യാനത്തിലൂടെ CJ വർക്കിയച്ഛൻ നയിച്ചിരുന്ന ആ ധ്യാനത്തിലൂടെ അച്ഛനിലെ ആ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഉണരപ്പെടുകയും, അതുപോലെ നമുക്കേവർക്കും പരിചിതമായ വചനോത്സവം മാസിക ലോകം മുഴുവനുമുള്ള ക്രൈസ്തവർക്ക് ആത്മീയ ഉണർവിന് കാരണമായ, അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനിടയാക്കിയ വചനോത്സവം മാസിക, ആ മാസികയുടെ സ്ഥാപക ചീഫ് എഡിറ്റർ അച്ഛനായിരുന്നു. ആ പേര് പോലും വാസ്തവത്തിൽ അച്ഛന് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്ത പേരാണ്. നമുക്കറിയാം വചനോത്സവം എന്ന മാസികയുടെ പ്രസക്തി. ഏതാണ്ട് 5-6 ഭാഷകളിൽ ആ മാസിക ഇന്നും പുറത്തിറങ്ങുന്നുണ്ട്. വിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് 10,000 ഉപദേഷ്ടാക്കളുണ്ടാകാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സുവിശേഷ പ്രസംഗം വഴി യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് പിതാവായി തീർന്നത്, നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ഈ വാക്യം അങ്ങനെ തന്നെയാണ്. പനച്ചിക്കലച്ചനാണ് സുവിശേഷ പ്രസംഗം വഴി എനിക്ക് ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ മകനായി തീരുവാൻ എനിക്ക് പിതാവായി തീർന്നത്. എനിക്ക് മാത്രമല്ല, അനേകരുടെ വീണ്ടെടുപ്പിന് അച്ഛൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട്.
അനേകായിരങ്ങളെ സത്യസുവിശേഷം അറിയിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ആസന്നിഗ്ധമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുവാൻ അച്ഛനെ ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. അനേകം വൈദികർക്ക് വേണ്ടി, മത്രാന്മാർക്ക് വേണ്ടി ഒക്കെ ധ്യാനം നടത്തി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ച, സത്യസുവിശേഷത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവന്ന അച്ഛൻ്റെ ഓർമ്മകൾ സഭയുള്ളിടത്തോളം കാലം എന്നും എപ്പോഴും ഉണ്ടായിരിക്കും. ആമേൻ.